നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്നും 300 ദേവിയുടെ തിരുവനന്തപുരത്തേക്കുള്ള എഴുന്നള്ളത്ത് ഇന്ന് രാവിലെ ആരംഭിച്ചു. 2-ാം തീയതി നവരാത്രി വിഗ്രഹ ഘോഷയാത്ര രാത്രിയോടെ നെയ്യാറ്റിൻകരയിലും 3-ാം തീയതി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എത്തും. 4-ാം തീയതി മുതൽക്കാണ് നവരാത്രി ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. പൂജപ്പുര സരസ്വതി മണ്ഡപം ദേവീക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സരസ്വതി മണ്ഡപം ജനകീയ സമിതി സെക്രട്ടറി ഗോപകുമാർ അറിയിച്ചു. ഇന്ന് രാത്രി വിഗ്രഹങ്ങൾ കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കി പൂജ നടത്തും. നാളെ രാവിലെ കളിയിക്കാവിളയിലെത്തുന്ന ഘോഷയാത്രയെ കേരള പോലീസ്, റവന്യൂ, ദേവസ്വം അധികൃതർ ചേർന്ന് വരവേൽക്കും. വൈകുന്നേരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. ഘോഷയാത്ര 3-ന് വൈകിട്ട് കുമാരസ്വാമിയെ കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത്. വ്യാഴാഴ്ച സന്ധ്യയോടെ ഘോഷയാത്ര അനന്തപുരിയിലെത്തുമ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ഘോഷയാത്രയെ ആചാരപ്രകാരം വരവേൽക്കും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിനു ശേഷം സരസ്വതി മണ്ഡപത്തിലാണ് സരസ്വതി ദേവിയെ പൂജയ്ക്കിരുത്തുന്നത്. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജയ്ക്ക് ശേഷം ഒരു ദിവസത്തെ നല്ലിരിപ്പിന് ശേഷം 3 വിഗ്രഹങ്ങളും തിരുവനന്തപുരത്തു നിന്നും തിരിച്ചെഴുന്നള്ളത്തായി പുറപ്പെടും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവരാത്രി പൂജയ്ക്കായി അനന്തപുരിയിലേക്ക് ഘോഷയാത്രയായി എത്തുന്ന നവരാത്രി വിഗ്രഹങ്ങൾക്ക് ഇഞ്ചിവിളയിൽ വെച്ച് ജയകേസരി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകും. ജയകേസരി പാറശാല ബ്യൂറോ ചീഫ് രാജേഷ് പോറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകുന്നത്. 100-ലധികം ഭക്തജനങ്ങൾ ഈ സ്വീകരണത്തിൽ പങ്കുചേരും. നിറപറയും നിലവിളക്കും വെച്ച് ഭക്തി നിർഭരമായ സ്വീകരണം നൽകുന്ന ചടങ്ങിനോടൊപ്പം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശീതളപാനീയ വിതരണവും ഉണ്ടാകും. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന അവസരത്തിൽ ജയകേസരി ഗ്രൂപ്പിന്റെ നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ ചെറിയ വിഗ്രഹങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യും. വയോജന ദിനത്തോടനുബന്ധിച്ച് 1977 SAP സ്പോർട്സ് ബാച്ചിന്റെ ഗുരുനാഥനായ ശ്രീ ചന്ദ്രശേഖരൻ നായരെ ശാസ്തമംഗലത്തെ വീട്ടിലെത്തി ആദരിച്ചു.